ഇന്നത്തെ വിപണിയിൽ ഐ.ടി സൂചിക അതിന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് നിഫ്റ്റിയെ അതിന്റെ റെക്കോർഡ് ലെവലിലേക്കൊക്കെ തന്നെ എത്തിച്ച സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ.ടി ഭീമന്മാരുടെയൊക്കെ തന്നെ റിസൾട്ടുകൾ പ്രധാന ഇൻഫോസിസ്, TCS എന്നിവരൊക്കെ തന്നെ അവരുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ.ടിയെ സംബന്ധിച്ച് പൊതുവെ അനലിസ്റ്റുകളൊക്കെ തന്നെ ഒരു മങ്ങിയ റിസൾട്ട് നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യും എന്ന് തന്നെയായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു പിൻബലത്തിൽ തന്നെ ഇൻഫോസിസിന്റെ ഒക്കെ തന്നെ അത്തരം ഒരു നമ്പേഴ്സ് തന്നെയായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ TCSനെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു വിപണിയിൽ വിപ്രോയും ഒപ്പം തന്നെ HCL ടെക്കും തങ്ങളുടെ ഫലങ്ങൾ പുറത്തു വിടാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുറത്തു വിടാനിരിക്കുമ്പോൾ എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ആണ് റിസൾട്ടിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് പരിശോധിച്ച് നോക്കാം. വിപ്രോയെ സംബന്ധിച്ച് അറ്റാദായത്തിൽ ഒരു ഇരട്ട അക്ക ഇടിവ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ HCL ടെക്കിന്റെ അറ്റാദായത്തിൽ ഒരു സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താനായേക്കാം എന്നും കണക്കാക്കുന്നുണ്ട്. വിപ്രോയുടെ ഫലത്തെ ഏറ്റവും അധികം ബാധിക്കുക വേതനത്തിൽ വരുത്തിയ വർധന തന്നെയാണ്. ഒപ്പം തന്നെ ഈ സീസൺ ഹോളിഡേസിന്റെ എണ്ണത്തിലുണ്ടായ വർധനവ് വർക്കിംഗ് ഡേയ്സിൽ ഒരു കുറവ് വരുത്തിയിട്ടുണ്ട്. ഇതും കമ്പനിയെ സംബന്ധിച്ച് ബാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ HCL ടെക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ കമ്പനി മറ്റ് പിയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഭേദപ്പെട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം കമ്പനിയെ സംബന്ധിച്ച് കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ പാതാടിസ്ഥാനത്തിൽ വരുമാന വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ അറ്റാദായം 4% വർദ്ധിച്ച് 4096 കോടി രൂപയായിട്ട് ഉയരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. 4096 കോടി രൂപയിൽ നിന്നും 4258 കോടി രൂപയായിട്ട് ഉയർന്നേക്കാം എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് ആയിട്ടുള്ള ഫിലിപ്പ് ക്യാപിറ്റലിന്റെ ഒരു അനുമാനം. വരുമാനത്തിലും 5% വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. വരുമാനം 26,700 കോടി രൂപയിൽ നിന്നും 28,067 കോടി രൂപയായി ഉയരും എന്നാണ് കണക്കാക്കുന്നത്. ഡോളർ വരുമാനത്തിലും 4.5% വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ വരുമാനം $3,369 ഉയർന്നേക്കാം എന്നാണ് വിലയിരുത്തുന്നത്. എബിഡ മാർജിൻ 19.2% രേഖപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. HCL ടെക് തങ്ങളുടെ റവന്യൂ ഗൈഡൻസ് 5 മുതൽ 6% നിലനിർത്തുമെന്നും ബ്രോക്കറേജ് അനുമാനിക്കുന്നുണ്ട്. എബിഡ് മാർജിൻ ഗൈഡൻസും 18 മുതൽ 19% നിലനിർത്താനും സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. വിപ്രോയുടെ അറ്റാദായം പറയുകയാണെങ്കിൽ ഇത്തവണ 11.9% കുറഞ്ഞ 2,688 കോടി രൂപയായിട്ട് കുറയും എന്നാണ് കണക്കാക്കുന്നത്. വരുമാനത്തിലും ഒരു കുറവുണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. വരുമാനം 4.5% കുറഞ്ഞ 22,191 കോടി രൂപയായി കുറയുമെന്നാണ് കണക്കാക്കുന്നത്. ഡോളർ വരുമാനം 2.5% കുറയുമെന്നും വിൽപ്പന കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ പാതാടിസ്ഥാനത്തിൽ 2.5% കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിപ്രോയുടെ റവന്യൂ ഗൈഡൻസ് -1 മുതൽ +1% വരെ റേഞ്ചിൽ നിലനിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ബ്രോക്കറേജ് ഫേം ആയിട്ടുള്ള ആനന്ദ് റാത്തിയും കമ്പനികളുടെ Q3 പ്രിവ്യൂ റിസൾട്ട് ഒക്കെ തന്നെ എക്സ്പെക്ടേഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ പാദത്തിൽ ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ്, ഹൈടെക് സെക്ടറുകളിൽ അല്ലെങ്കിൽ സെഗ്മെന്റുകളിൽ പൊതുവെ മന്ദഗതിയിലുള്ള വളർച്ച മാത്രമാണ് രേഖപ്പെടുത്തുക എന്നാണ് ഈ ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഡിമാൻഡ് ഔട്ട്ലുക്ക് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഇംപ്രൂവ് ആയി വരുന്നുണ്ട് എന്നാണ് ഇവരുടെ അഭിപ്രായം. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ IT കമ്പനികൾ ദുർബലമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതിനാൽ ഇക്കാലയളവിൽ സ്പെൻഡിങ്ങിനായി മാറ്റിവെച്ച ബഡ്ജറ്റിൽ കാര്യമായിട്ട് വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യം കമ്പനികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. കാര്യമായിട്ടുള്ള ഡീൽ വിൻസോ അല്ലെങ്കിൽ പ്രൊജക്ടുകളോ ഒക്കെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനികൾക്ക് സാധിച്ചിരുന്നില്ല. അതിനാൽ തൊട്ടു മുൻപുള്ള പാദം വെച്ച് ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് ചില കമ്പനികൾക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചാലും അത് ഇത്തരത്തിൽ ഉപയോഗിക്കാത്തൊരു ബഡ്ജറ്റ് കൂടി ഉൾപ്പെടുന്നതിനാൽ അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാണ് ഇവരുടെ ഒരു അഭിപ്രായം. BFSI ഒപ്പം തന്നെ ഹൈടെക് സെഗ്മെന്റിൽ തുടർച്ചയായി ഉണ്ടായ പ്രതിസന്ധികളും ഒപ്പം തന്നെ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കും പിരിച്ചുവിടലും വലിയ തോതിൽ ഫലങ്ങളിൽ പ്രതിഫലിക്കുമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. ഭൂരിഭാഗം IT കമ്പനികളുടെയും കോൺട്രാക്ട് വാല്യൂ ഇത്തവണ സ്റ്റഡി ആയി തുടരുമെന്നാണ് ആനന്ദ് റാത്തി ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 12 മാസത്തെ ട്രെൻഡ് വിലയിരുത്തുമ്പോൾ BFSI ഹൈടെക് സെഗ്മെന്റുകളിൽ ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. എന്നാൽ റീറ്റെയിൽ, കൺസ്യൂമർ ഗുഡ്സ്, എനർജി മേഖലയിൽ സ്ഥിതി ദുർബലമായി തുടരാനാണ് സാധ്യത എന്നും ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട്. ബ്രോക്കറേജിന്റെ കവറേജ് ഏരിയയിൽ ഉൾപ്പെടുന്ന 6 പ്രധാന IT കമ്പനികളിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം
നേട്ടം ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ ഉണ്ടായേക്കില്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. HCL ടെക്, LTI മൈൻട്രി എന്നിവ മറ്റ് പിയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഔട്ട് പെർഫോമൻസ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പാദാടിസ്ഥാനത്തിൽ ഇരു കമ്പനികളും യഥാക്രമം 4%, 4.4%, 1% വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ലേറ്റന്റ് വ്യൂ, സൊനാറ്റ സോഫ്റ്റ്വെയർ, ഇന്റലക്ട് ഡിസൈൻ എന്നിവ യഥാക്രമം 5.9%, 4.4%, 3.9% വളർച്ച പാദാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുമെന്നും കണക്കാക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ലാർജ് IT കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ മിഡ് ക്യാപ് സ്പേസിലുള്ള IT കമ്പനികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ സെൻസാർടെക്, വിപ്രോ മുതലായിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 3.2%, 2.4% ഇടിവ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നും ബ്രോക്കറേജ് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. KPIT ടെക്നോളജീസ്, ടാറ്റ ഇലക്സി എന്നിവ ഏകദേശം 3% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വളർച്ച രേഖപ്പെടുത്തുമെന്നും കണക്കാക്കുന്നുണ്ട്. ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ച് BFSI, ഹൈടെക് സെഗ്മെന്റുകളിൽ തന്നെയാണ് സിംഹഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ ഈ മേഖലയിൽ ഇംപ്രൂവ്മെന്റ് കണ്ടുവരുന്നതിനാൽ അതിന്റെ നേട്ടം തീർച്ചയായിട്ടും കമ്പനികളിൽ വരും പാദങ്ങളിൽ പ്രതിഫലിക്കുമെന്ന് ആനന്ദ് രാത്തി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതേ കാലയളവിൽ റീറ്റെയിൽ, എനർജി മേഖല ദുർബലമായിട്ട് തുടർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് പാദങ്ങളിൽ ഈ സെഗ്മെന്റുകളൊക്കെ തന്നെ വളരെ വീക്ക് ആയിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ടെക്നോളജി, മീഡിയ, ടെലികോം മേഖലയിൽ എന്നാൽ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടേഴ്സ് ആയിട്ട് ക്രമാനുഗതമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് കണ്ടുവരുന്നുണ്ട്. അതിന് 2025 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഈ മേഖലയിൽ നിന്നും വളർച്ചാ സാധ്യതകൾ തന്നെയാണ് മുന്നോട്ടേക്ക് ഉറപ്പു നൽകുന്നത്. ഏതായാലും ഇത്തവണ ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ കമ്പനികളുടെ റിസൾട്ടുകളെ സംബന്ധിച്ച് അനലിസ്റ്റുകൾക്ക് ഒരു ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു വിപണിയിൽ IT സൂചികയുടെ ഒരു പ്രകടനം നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോസിസ് അതിന്റെ ശക്തമായിട്ടുള്ള ഒരു കുതിപ്പ് 8% അടുത്ത് രേഖപ്പെടുത്തുന്ന സമയത്ത് കഫോജ്, ടെക് മഹീന്ദ്ര, ഒപ്പം തന്നെ LTI മൈൻട്രി, TCS മുതലായ ഓഹരികളെ സംബന്ധിച്ചും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് റിസൾട്ട് വരാനിരിക്കുന്ന വിപ്രോയെ സംബന്ധിച്ച് 4% ഒരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. HCL ടെക്കിനെ സംബന്ധിച്ചും 3%-ലധികം നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.